നമസ്കാരം. പശ്ചിമേഷ്യയെ കൂടുതൽ അശാന്തമാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരുങ്ങുകയാണ്. ഇറാനെതിരായ സൈനിക നീക്കം ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി പുനരാരംഭിക്കാനാണ് നീക്കമെന്ന് റിപ്പോർട്ടുകൾ. അതേസമയം ഭീകരവാദ സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ തലപ്പത്തെ രണ്ടാമനായ അബു ബിലാൽ അൽ മിനൂക്കിയെ വധിച്ചെന്നും ട്രംപ് അറിയിച്ചു. വിമാനയാത്രാ ടിക്കറ്റ് നിരക്ക് ഏകീകരണമെന്ന ആവശ്യവുമായി സുപ്രീം കോടതിയും രംഗത്തെത്തിയിട്ടുണ്ട്. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. ചൈന സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയതിനു പിന്നാലെ ഇറാനെതിരെ നിർണായക തീരുമാനമെടുക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെതിരെ സൈനിക നീക്കം നടത്താനാണ് ട്രംപിന്റെ തീരുമാനം. ഇറാൻ മുന്നോട്ട് വെച്ച സമാധാന ശ്രമങ്ങൾ തള്ളിക്കളഞ്ഞ് ട്രംപ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി വീണ്ടും ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ആണവായുധങ്ങൾ കൈവശം വെക്കുന്നതിൽ നിന്നും ഹോർമുസ് കടലിടുക്ക് തടയുന്നതിൽ നിന്നും ഇറാനെ പിന്തിരിപ്പിക്കാൻ അമേരിക്കയും ചൈനയും ധാരണയിലെത്തിയെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇറാനെതിരെ ട്രംപ് സൈനിക നീക്കത്തിന് ശ്രമം നടത്തുന്നുവെന്ന വാർത്തകൾ പുറത്തുവരുന്നത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള ട്രംപിന്റെ ചർച്ചകൾക്ക് തൊട്ടു പിന്നാലെയാണ് ഇറാനിൽ സംഘർഷമുണ്ടാകുന്നത്. ഹോർമുസ് വീണ്ടും തുറക്കുന്നതിനും അതുവഴി ആഗോള എണ്ണ വിപണിയിൽ നിലനിൽക്കുന്ന സ്തംഭനാവസ്ഥ അവസാനിപ്പിക്കുന്നതിനുമായി US ഇറാൻ സമാധാന കരാറിനായി വിവിധ രാജ്യങ്ങൾ ശ്രമം തുടരുകയാണ്. അതിനിടെയാണ് ഇറാനെതിരെ ട്രംപിന്റെ പുതിയ നീക്കം. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ തലപ്പത്തെ രണ്ടാമനായ അബു ബിലാൽ അൽ മിനൂക്കിയെ വധിച്ചെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നൈജീരിയയിൽ വെച്ച് US നൈജീരിയൻ സേനകളുടെ സംയുക്ത ഓപ്പറേഷനിലാണ് മിനൂക്കി കൊല്ലപ്പെട്ടതെന്നാണ് വിവരം. മിനൂക്കി ഇനി ആഫ്രിക്കയെ ഭീകരവൽക്കരിക്കില്ലെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ അറിയിച്ചു. അബു ബിലാൽ അൽ മിനൂക്കി കരുതിയത് അയാൾക്ക് ആഫ്രിക്കയിൽ എന്നും ഒളിവിൽ കഴിയാമെന്നാണ്. എന്നാൽ മിനൂക്കിയുടെ ഓരോ നീക്കങ്ങളും തങ്ങളെ അറിയിക്കാൻ കൃത്യമായ സ്രോതസ്സുകൾ ഉണ്ടായിരുന്നുവെന്ന് അയാൾ അറിഞ്ഞില്ല. ഈ സൈനിക നടപടിയിൽ പങ്കാളിയായതിന് നൈജീരിയൻ സർക്കാരിന് നന്ദി. അമേരിക്കയെ ദൈവം രക്ഷിക്കട്ടെയെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഇസ്രായേൽ ലബനൻ വെടിനിർത്തൽ നീട്ടി. വാഷിംഗ്ടണിൽ നടന്ന 2 ദിവസത്തെ സമാധാന ചർച്ചകൾക്ക് പിന്നാലെയാണ് നടപടിയുണ്ടായിരിക്കുന്നത്. 45 ദിവസത്തേക്കാണ് വെടിനിർത്തൽ നീട്ടിയത്. ഇസ്രായേൽ ലബനൻ കൂടുതൽ ചർച്ചകൾ ഈ മാസം അവസാനം നടക്കുമെന്നാണ് റിപ്പോർട്ട്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റാണ് ഈ വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. ചർച്ചകൾ ജൂൺ 2, 3 തീയതികളിൽ പുനരാരംഭിക്കുമെന്നാണ് US വ്യക്തമാക്കിയിരിക്കുന്നത്. ഇരു രാജ്യങ്ങളിലെയും സൈനിക ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ഒരു പ്രത്യേക സുരക്ഷാ ട്രാക്ക് മെയ് 29-ന് പെന്റഗണിൽ ആരംഭിക്കുമെന്നും അമേരിക്ക അറിയിച്ചു. അതേസമയം വെടിനിർത്തൽ നീട്ടിയതിന് പിന്നാലെയും തെക്കൻ ലബനനിലെ നിരവധി പ്രദേശങ്ങളിൽ ഇസ്രായേൽ ആക്രമണങ്ങൾ നടന്നു. ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള ഡ്രോൺ ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ഇതിനിടെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 7 പേരാണ് കൊല്ലപ്പെട്ടത്. വിമാനയാത്രാ ടിക്കറ്റ് നിരക്ക് ഏകീകരണം എന്ന ആവശ്യവുമായി സുപ്രീം കോടതി. ഒരേ റൂട്ടിൽ തന്നെ വ്യത്യസ്ത വിമാന കമ്പനികൾ വ്യത്യസ്ത നിരക്ക് ഈടാക്കുന്നതിനെതിരെയാണ് സുപ്രീം കോടതി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. വിമാന ടിക്കറ്റ് നിരക്കിൽ ജനങ്ങൾക്ക് എന്തെങ്കിലും ആശ്വാസം നൽകാൻ ശ്രമിക്കണം. ഒരേ ദിവസം ഒരേ സെക്ടറിൽ വിവിധ വിമാന കമ്പനികൾ വ്യത്യസ്ത നിരക്കാണ് ഈടാക്കുന്നത്. ഒരു വിമാന കമ്പനി 8,000 രൂപ വാങ്ങുമ്പോൾ മറ്റൊരു വിമാന കമ്പനി 18,000 രൂപയാണ് ഈടാക്കുന്നത്. ഇക്കാര്യത്തിൽ ഇടപെടൽ ഉണ്ടാകണമെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. വിമാന ടിക്കറ്റ് നിരക്ക് ഏകീകരിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന കോടതി നിർദ്ദേശത്തോട് സാധ്യമായ വഴികളെല്ലാം തേടുന്നുണ്ടെന്നായിരുന്നു തുഷാർ മേത്തയുടെ മറുപടി. സാമൂഹിക പ്രവർത്തക S. ലക്ഷ്മി നാരായണൻ സമർപ്പിച്ച ഹർജിയിലാണ് കോടതി പരാമർശമുണ്ടായിരിക്കുന്നത്. വിമാന ടിക്കറ്റുകൾ ഏകീകരിക്കാനുള്ള ചട്ടങ്ങൾ 1937-ലെ എയർക്രാഫ്റ്റ് ആക്ടിലുണ്ട്. എന്നാൽ ഈ നിയമങ്ങൾ പാലിക്കപ്പെടുന്നില്ല എന്ന് ഹർജിയിൽ പറയുന്നു. അതേസമയം ഇക്കാര്യത്തിൽ പുതിയ നിയമങ്ങൾ ഉണ്ടാകണമെന്ന നിർദ്ദേശം സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുവരെ പഴയ നിയമങ്ങൾ തുടരണമെന്നും കോടതി വ്യക്തമാക്കി. സംസ്ഥാനത്തെ ഇരുട്ടടിയെന്നോണം മിൽമ പാൽ വില വർധന പ്രാബല്യത്തിലേക്ക് വരികയാണ്. ഈ മാസം 21-ന് പുതുക്കിയ വില നിലവിൽ വരും. 4 രൂപ വർദ്ധിപ്പിക്കാനാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. ബുധനാഴ്ച ചേരുന്ന ഡയറക്ടർ ബോർഡ് യോഗം വർധനവിന് അംഗീകാരം നൽകും. ഏറെ നാളത്തെ ചർച്ചകൾക്ക് ശേഷമാണ് മിൽമ പാലിന്റെ വില വർദ്ധിപ്പിക്കുന്നത്. മുൻ നിശ്ചയിച്ച പ്രകാരം 4 രൂപ വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. കഴിഞ്ഞ ഏപ്രിലിൽ ചേർന്ന യോഗത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം വില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. പുതുക്കിയ വർധന പ്രകാരമുള്ള തുകയിൽ 83.75% വിഹിതവും ക്ഷീര കർഷകർക്ക് ലഭിക്കും. 6.25% വീതം സൊസൈറ്റികൾക്കും ഡീലർമാർക്കുമാണ് നൽകുക. 2.5% മിൽമയ്ക്കും 0.75% ക്ഷേമനിധിയിലേക്കും മാറ്റിവെക്കും.
0.5% പ്ലാസ്റ്റിക് നീക്കം ചെയ്യൽ പ്രക്രിയകൾക്കും നൽകാനാണ് തീരുമാനം. കർഷകർക്ക് 3.33 രൂപ ലഭിക്കുന്ന രീതിയിലാണ് വർധനവ് തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് വില വർദ്ധിപ്പിക്കൽ നടപടികളിലേക്ക് മിൽമ കടന്നത്. ശേഷം നിയോഗിച്ച 3-അംഗ പഠന സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിലെ വർധനവ്. ഇതോടെ ലിറ്ററിന് മിൽമ പാലിന്റെ വില 56 രൂപയാകും. പാലിന് വില വർദ്ധിക്കുന്നതോടെ മിൽമ പുറത്തിറക്കുന്ന മറ്റു ഉൽപ്പന്നങ്ങൾക്കും ആനുപാതികമായി വില വർദ്ധിക്കും. കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ വാഹന വ്യൂഹത്തിലെ വാഹനങ്ങളുടെ എണ്ണം കുറച്ച് ലോക്ഭവൻ. പ്രധാനമന്ത്രിയുടെ ഇന്ധന നിയന്ത്രണ ആഹ്വാനത്തെ തുടർന്നാണ് നടപടിയെന്നാണ് വിശദീകരണം. ഇതോടെ 9 വാഹനമുണ്ടായിരുന്നത് 6 ചുരുക്കി. ഒരു എസ്കോർട്ട് വാഹനവും 2 സ്റ്റെപ്പിനി വാഹനങ്ങളുമാണ് ഒഴിവാക്കിയത്. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിലടക്കം ഇത്തരത്തിലായിരിക്കും ഗവർണർ പങ്കെടുക്കുക. രാജ്യത്തെ ഇന്ധന ഉപഭോഗം കുറയ്ക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ മാതൃക ആദ്യം മുന്നോട്ട് വെച്ചത്. തന്റെ വാഹന വ്യൂഹത്തിലെ വാഹനങ്ങളുടെ എണ്ണം കുറച്ചതിനൊപ്പം പൈലറ്റ് വാഹനങ്ങളെല്ലാം ഇലക്ട്രിക് ആക്കി മാറ്റുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും തന്റെ സുരക്ഷാ വാഹനങ്ങളുടെ എണ്ണം വെട്ടിക്കുറച്ചിരുന്നു. ആഗോള കോഫി ഹൌസ് ശൃംഖലയായ സ്റ്റാർബക്സ് ഇന്ത്യയിൽ കോർപ്പറേറ്റ് ടെക്നോളജി ഓഫീസ് ആരംഭിക്കുന്നു. കമ്പനിയുടെ ചിലവുകളിൽ വലിയൊരു ശതമാനം വെട്ടിക്കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പുതിയ നീക്കം. 2027 സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തോടെ ഓഫീസ് പ്രവർത്തന സജ്ജമാക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. കമ്പനി ജീവനക്കാർക്ക് അയച്ച ആഭ്യന്തര സന്ദേശത്തിലാണ് ചീഫ് ടെക്നോളജി ഓഫീസർ ആനന്ദ് വരദരാജൻ ഈ വിവരം വ്യക്തമാക്കിയത്. ഇന്ത്യയിൽ ഓഫീസ് സ്ഥാപിക്കുന്നതിനായുള്ള സ്ഥലം ഈ വർഷം അവസാനത്തോടെ കണ്ടെത്തുമെന്നും അതിനുശേഷം റിക്രൂട്ട്മെന്റ് നടപടികൾ ആരംഭിക്കുമെന്നും കമ്പനി അറിയിച്ചു. നിലവിൽ 3-ാം കക്ഷി കരാറുകൾക്ക് ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുന്ന പല സാങ്കേതിക ചുമതലകളും കമ്പനിയുടെ കീഴിലേക്ക് നേരിട്ട് കൊണ്ടുവരാൻ സ്റ്റാർബക്സ് ഇതിലൂടെ ലക്ഷ്യമിടുന്നു. ബാഹ്യ സേവന ദാതാക്കളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്നതാണ് കമ്പനിയുടെ പ്രധാന ലക്ഷ്യം. ഇതിന്റെ ഭാഗമായാണ് ഇന്ത്യൻ കോർപ്പറേറ്റ് ഓഫീസ് തുറക്കുന്നതെന്ന് ആനന്ദ് വരദരാജൻ വ്യക്തമാക്കി. ഹജ്ജ് തീർത്ഥാടനം സുരക്ഷിതവും സുഗമവുമായി പൂർത്തിയാക്കുന്നതിന് സൗദി ആഭ്യന്തര മന്ത്രാലയം പ്രത്യേക മാർഗനിർദ്ദേശ ഹാൻഡ്ബുക്ക് പുറത്തിറക്കി. മസ്ജിദുൽ ഹറാമിലെ തിരക്കേറിയ സമയങ്ങൾ, തീർത്ഥാടകരെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെല്ലാം ഇതിൽ വിശദീകരിക്കുന്നു. തീർത്ഥാടകർക്ക് മസ്ജിദുൽ ഹറാമിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനുള്ള വഴികൾ, തവാഫ് എന്നിവ നിശ്ചയിച്ചിട്ടുള്ള പ്രത്യേക നടപ്പാതകൾ എന്നിവയെക്കുറിച്ച് ഡയറക്ടറിയിൽ വിവരിക്കുന്നുണ്ട്. തിരക്കേറിയ സമയങ്ങളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ നിർദ്ദേശിക്കുന്ന സമയക്രമങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും ജംറയിലെ കല്ലേറ് കർമ്മം ഉൾപ്പെടെയുള്ള എല്ലാ ഘട്ടങ്ങളിലും കൂട്ടം കൂടിയുള്ള തിരക്ക് ഒഴിവാക്കണമെന്ന് മന്ത്രാലയം ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിയമപരമായ ഹജ്ജ് അനുമതി പത്രം ഇല്ലാതെ എത്തുന്നവർക്കെതിരെ കർശന നടപടികൾ ഉണ്ടാകുമെന്ന് ഡയറക്ടറി മുന്നറിയിപ്പ് നൽകുന്നു. കേരളത്തിൽ ഇടവപ്പാതി മഴക്കാലം 26-ന് തുടങ്ങുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നു. 4 ദിവസം മുന്നോട്ടോ പിന്നോട്ടോ ആകാനും സാധ്യതയുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലും കേരളത്തിൽ ശക്തമായ മഴ തുടരാനാണ് സാധ്യത. തെക്കു പടിഞ്ഞാറൻ കാലവർഷം കരയിൽ ആദ്യം കടക്കുന്നത് കേരളത്തിലാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ശനിയാഴ്ച എത്തുമെന്നാണ് പ്രവചനം. കേരളത്തിലേക്ക് വ്യാപിക്കാൻ 10 ദിവസമാണ് എടുക്കുക. കഴിഞ്ഞ വർഷം മെയ് 27-നാണ് എത്തിയിരുന്നത്. വേനൽ മഴ തുടരും. ശനിയാഴ്ച 7 ജില്ലകളിൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്കുള്ള യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകൾക്കാണുള്ളത്. ഞായറാഴ്ച 8 ജില്ലകളിൽ കനത്ത മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണിത്. ഇന്ധനവില വർധനവിലും കുറഞ്ഞ വേതന നിരക്കിലും പ്രതിഷേധിച്ച് ഡെലിവറി ജീവനക്കാർ രാജ്യവ്യാപകമായി പണിമുടക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിച്ച പണിമുടക്ക് വൈകിട്ട് 5 മണി വരെ നീണ്ടുനിൽക്കും. ഗിഗ് ആൻഡ് പ്ലാറ്റ്ഫോം സർവീസസ് വർക്കേഴ്സ് യൂണിയനാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. പെട്രോൾ, ഡീസൽ വില വർധനവ് മൂലം വരുമാനം നേടാൻ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പണിമുടക്ക്. വൈകുന്നേരം 5 മണി വരെ ആപ്പ് അധിഷ്ഠിത സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ച് മുഴുവൻ ഡെലിവറി ജീവനക്കാരും പണിമുടക്കിന്റെ ഭാഗമാകണമെന്ന് എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ ഗിഗ് ആൻഡ് പ്ലാറ്റ്ഫോം സർവീസസ് വർക്കേഴ്സ് യൂണിയൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സ്വർണ്ണവിലയിൽ നിന്ന് നേരിയ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഗ്രാമിന് 100 രൂപയും പവന് 800 രൂപയുമാണ് കുറഞ്ഞിരിക്കുന്നത്. ഇതോടെ 1 ഗ്രാം സ്വർണ്ണത്തിന് 14,350 രൂപയും പവന് 1,14,800 രൂപയുമായി. 18 ക്യാരറ്റ് സ്വർണ്ണത്തിനും ആനുപാതികമായി വില കുറഞ്ഞിട്ടുണ്ട്. ഗ്രാമിന് 85 രൂപ കുറഞ്ഞ് ഗ്രാമിന് 11,790 രൂപയും ഒരു പവന് 94,320 രൂപയുമായി. ഇതോടെ 1 മണി വാർത്ത ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.
എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.